എൻ്റെ രാഷ്ട്രീയ സ്വഭാവം തന്നെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. തൃപ്പൂണിത്തുറയ്ക്ക് രാഷ്ട്രീയത്തിനപ്പുറം വലിയ ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. ശബരിമലയ്ക്ക് ഉള്ളതുപോലെ ഒരു ഉത്തരവാദിത്വം, അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയുടെ ഉത്തരവാദിത്വം, ഗുരുവായൂരിന് ഉള്ളതുപോലെ ഒരു ഉത്തരവാദിത്വം, അതുകൊണ്ട് തന്നെ തൃശ്ശൂരിന് ഉള്ള ഉത്തരവാദിത്വം, തിരുവനന്തപുരത്തിനുള്ള ബൃഹത്തായ ഒരു ഉത്തരവാദിത്വം, ക്യാപിറ്റൽ എല്ലാ അർത്ഥത്തിലും, തലസ്ഥാനം. അപ്പം അതുകൊണ്ട് രാഷ്ട്രീയം എന്നത് നമ്മൾ സിനിമയിൽ ഈ രാഷ്ട്രീയമൊക്കെ എന്നാ ഉണ്ടായേ, അത്രയും ലാഘവത്തോടെ നമ്മൾ കണ്ടാൽ മതി. ഈ ചിന്താഗതിക്ക് ആക്കം കൂടി വന്നിരിക്കുകയാണ്. അരാഷ്ട്രീയം എന്നൊരു വാക്ക് ഞാൻ തൃശ്ശൂർ ജയിച്ച് വന്നതിന് ശേഷം ഉപയോഗിച്ചു. അത് മനോരമയിലെ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ എൻ്റെ ഒരു ഭാഷയിലെ പരിജ്ഞാനക്കുറവ് കൊണ്ട് ചിലപ്പോൾ ഞാൻ ഉപയോഗിച്ചു പോയൊരു, പക്ഷെ ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിരുന്ന കാമ്പ് എന്ന് പറയുന്നത്, ഇനി 3 നേരം ചോറുണ്ണുന്നവന്, സ്വപ്നം കാണുന്നവന്, അവൻ്റെ പേര് മലയാളി എന്നാണെങ്കിൽ ആ മലയാളിക്ക് ഇനി ഇത്രയും കാലം ഉടലെടുത്ത് വാണ് അവരുടെ തലവര നശിപ്പിച്ചു കളഞ്ഞ രാഷ്ട്രീയം എന്ന് പറയുന്നത് ആവശ്യമില്ല എന്ന് പറയുന്ന മനസ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഞാൻ അരാഷ്ട്രീയം, എ പൊളിറ്റിക്കൽ, എ പൊളിറ്റിക്സ്. ഈ മനസ്ഥിതി ഇന്നുണ്ട്, അത് വല്ലാണ്ട് തഴച്ചു വളരുന്നുണ്ട്. എനിക്കറിയുന്ന വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ, അതിപ്പോൾ തൃശ്ശൂരിൻ്റെ കാര്യം ചോദിച്ചാൽ അത് തൃശ്ശൂർ ഒരു പ്രത്യേക ബ്രാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് സിനിമാ നടനാണ്, സിനിമാ നടനിൽ ആകൃഷ്ടരായതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നവർ മനസ്സിലാക്കേണ്ടത് 2019 ഐ വാസ് മോർ ക്ലോസർ ടു സിനിമ. ഞാൻ സിനിമയിൽ നിന്ന് നേരെ ഇറങ്ങി വന്ന സമയമാണ്. അന്ന് ജയിപ്പിച്ചില്ലല്ലോ. 21 കുറച്ചുകൂടി ദൂരമായി, പക്ഷേ അന്ന് വോട്ടിൻ്റെ ഘനം കൂടിയില്ലേ? എണ്ണമല്ല ഞാൻ പറഞ്ഞത്, ഘനം കൂടി. 2024 അവർ നിശ്ചയിച്ചു, ഒരു ഡോക്ടർക്ക് ഇതാകാമെങ്കിൽ, ഒരു എൻജിനീയർക്ക് ഇതാകാമെങ്കിൽ, ഒരു IAS-കാരന് ഇതാകാമെങ്കിൽ, ഒരു സിനിമാ നടൻ ഒട്ടും അതിനൊന്നും താഴെയല്ല എന്ന് ജനത്തിൻ്റെ അരാഷ്ട്രീയ ബോധം നിശ്ചയിച്ചു. മറ്റതെല്ലാം ആരോപണത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു ശ്രമത്തിന്, ആ ശ്രമത്തിനൊരു ഭാവിയുണ്ട് എന്ന് കാണുകയാണെങ്കിൽ ആ ഭാവി മുളയിലെ ആസിഡ് ഒഴിച്ച് കരിച്ച് കളയാനുള്ള ദുഷിച്ച രാഷ്ട്രീയ വിക്രിയയായി മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കൂ. ആ ഒരു കാഴ്ചപ്പാട് പോലും മനസ്സിലേക്ക് കടത്തിവിടാത്ത ഒരു ജനത 2024 ജൂൺ 4 ശേഷം അവർക്ക് അവലോകനങ്ങളുണ്ട്. വോട്ട് ചെയ്യുന്ന ജനതയ്ക്ക് അവലോകനമുണ്ട്. ആ അവലോകനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഈ പറയുന്ന രാഷ്ട്രീയമല്ല പ്രധാനം, രാഷ്ട്രീയ കക്ഷിയല്ല പ്രധാനം, അത് ഞാൻ സ്നേഹിക്കുന്ന രാഷ്ട്രീയ കക്ഷിയാണെങ്കിൽ പോലും അതല്ല പ്രധാനം. ഈ മണ്ണ് എൻ്റെയും കൂടി അപ്പൻ്റെ വകയാണെങ്കിൽ, എൻ്റെയും കൂടി അമ്മയുടെ വകയാണെങ്കിൽ, ഇത് കാത്ത് സംരക്ഷിക്കേണ്ട ചുമതല എൻ്റെ ഈ ചൂണ്ടുവിരലിനുണ്ട്. ഞാൻ ഈ വിരലിനെ വിളിക്കുന്നത് എല്ലാവരെയും താക്കീത് ചെയ്യാനും ഇങ്ങനെ പടപ്പിച്ച് സംസാരിക്കാനുമല്ല. ഞാൻ എൻ്റെ ഹൃദയവിരലാണ്. ആ ഹൃദയത്തിൽ അതൃപ്തിയുണ്ടെങ്കിൽ അത് ഈ വിരലിൽ നിഴലിക്കണം. ഇതിൽ സങ്കടമുണ്ടെങ്കിൽ അത് ഈ വിരലിൽ നിഴലിക്കണം. അല്ലാതെ ഇതെല്ലാം ഒതുക്കി പിടിച്ച് വെച്ച് ദേഷ്യം അല്ലെങ്കിൽ അനുകമ്പ ഇതെല്ലാം അടക്കി പിടിച്ച് പൊതിഞ്ഞ് വെച്ച് ഇളിച്ച് ചിരിച്ച് കാണിക്കുന്ന രാഷ്ട്രീയത്തെ ജനം വെറുക്കുന്നു.
എന്താണോ മനുഷ്യൻ്റെ ഹൃദയഭാവങ്ങൾക്ക് ചേരുന്ന വികാരങ്ങൾ എന്താണോ അത് പ്രകടിപ്പിക്കണം. ജനാധിപത്യ സംവിധാനത്തിലേക്കും ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ എക്സസൈസ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്. ഇത് സിവിക്സിന് ഞാൻ 8ാം ക്ലാസ് മുതൽ 11ാം ക്ലാസ് വരെ പഠിച്ചതാണ്. ICSEക്കും ISCക്കും പഠിച്ച കാര്യമാണ്. അന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഇതിൻ്റെ ജണ്ട, ഇതിൻ്റെ കൊടി പാറുന്ന ക്ഷേത്രത്തിൽ ഒരു കാലത്ത് ചെന്നിരുന്ന് ഈ പഠിച്ചതെല്ലാം നിനക്ക് ഉപകരിക്കും എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. 2014 മാർച്ച് 5-ാം തീയതി എൻ്റെ നേതാവിനെ ഞാൻ ആദ്യമായി 1.5 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ശ്രമത്തിൻ്റെ ഫലമായി പേടിച്ചു നിന്നതുകൊണ്ടാണ്. അതിനകത്ത് സിനിമാക്കാരൻ്റെ ജാടയൊന്നുമില്ല. പേടിയായിരുന്നു രാഷ്ട്രീയത്തെ. പക്ഷേ രാഷ്ട്രീയത്തിലെ മഹാന്മാരായ വ്യക്തികളെ മുഴുവൻ ഞാൻ അന്നും ആദരിച്ചിട്ടുണ്ട്, ആരാധിച്ചിട്ടുണ്ട്. അവരുമായി സമ്പർക്കം, നിരന്തര സമ്പർക്കം സത്യസന്ധമായി നടത്തിക്കൊണ്ടു പോയിട്ടുണ്ട്. ഒരാളുടെ അടുത്ത് പോലും എൻ്റെ വ്യക്തിപരമായ ഒരാവശ്യം ഇന്ന് വരെ ഉന്നയിച്ചിട്ടില്ല. അതിൽ ലീഡർ ശ്രീ കരുണാകരൻ, എൻ്റെ സ്വന്തം സഖാവ് ശ്രീ EK നായനാർ, അച്ചുമാമ. ഞാൻ അച്യുതാനന്ദൻ എന്ന് പോലും പറയാൻ എനിക്ക് ഇപ്പോൾ അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞതിന് ശേഷം വലിയ പ്രയാസമാണ്. അച്ചുമാമ എന്ന് വിളിക്കാൻ എനിക്ക് നല്ല യോഗ്യത ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്താണ് ഞാനും ജനിക്കുന്നത്. എൻ്റെ അപ്പൂപ്പൻ കർഷകനായിരുന്ന എൻ്റെ മുത്തശ്ശൻ അമ്മ വഴിക്ക് അദ്ദേഹത്തിൻ്റെ ജുബ്ബ തയ്ച്ചിരുന്നത് അച്ചുമാമയുടെ അച്ഛനാണ്. അന്ന് ഒരു വെള്ളി അരഞ്ഞാനം അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ അരയിൽ കെട്ടിക്കൊടുത്തിട്ട്, അങ്ങനെ നിന്നോട് പറഞ്ഞവനെ ഇതെടുത്ത് വേണം പെരുമാറാനെന്ന് പറഞ്ഞ് ഒരു കഥയൊക്കെ അപ്പൂപ്പൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണിസത്തിൽ പൂർണ്ണശുദ്ധം എന്ന് പറയാവുന്ന അംശങ്ങളുണ്ട്. അവരുമായിട്ട് നല്ല ബന്ധമുണ്ടായിട്ടുണ്ട്. മറ്റുള്ളവരുമായിട്ടൊക്കെ ഒരു പ്രവർത്തന ബന്ധം എന്നല്ലാതെ അങ്ങനെ തോന്നുന്നില്ല. ഇതെല്ലാവർക്കുമുള്ള പ്രശ്നമായിരിക്കാം. പക്ഷെ ഒരു ഉത്തരവാദിത്വത്തിൽ കയറി ഇരുന്നു കൊണ്ട് ഭരണത്തിൻ്റെയും നിർവഹണത്തിൻ്റെയും ലഭ്യതകൾ ജനങ്ങൾക്ക് ഉറപ്പാക്കുന്ന കാര്യത്തിലുമൊക്കെ കെടുകാര്യസ്ഥത എന്ന് പറയുന്നത് ക്രിമിനൽ സ്വഭാവമുള്ള വീഴ്ചകൾ തന്നെയാണ്. അത് വലിയ വീഴ്ചകളാണ്. അത് ജനതയുടെ അതൃപ്തിയായി മാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രതികാരം ചെയ്യാനല്ല, നടപടി സ്വീകരിക്കാനുള്ള അവരുടെ ഈ മണ്ണിന്മേലുള്ള അവകാശത്തിന് ശുദ്ധത വരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയയാണ് 5 വർഷം കൂടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസിൻ്റെ ഭാഗമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ വലിയ ഒരംശം വിലയിരുത്തേണ്ടതുണ്ട്. കഴിഞ്ഞ 5 തവണയെങ്കിലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് ഞാൻ എൻ്റെ ഈ ചൂണ്ടുവിരൽ അമർത്തി, ഞാൻ പ്രചോദിപ്പിച്ച് അല്ലെങ്കിൽ സ്വാധീനിച്ച് ചൂണ്ടുവിരൽ അമർത്തിച്ച് എത്രമാത്രം പാതകം ചെയ്തിരുന്നു എന്ന് പറയുന്ന കണക്കെടുപ്പ് കുറ്റബോധത്തോടെ ഓരോ സമ്മതിദായകനും ചെയ്തിരിക്കണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളൂ. എങ്കിലേ നമുക്കൊരു തിരുത്തലുണ്ടാവും. തെറ്റ് ആവാം, തെറ്റ് മനുഷ്യ സഹജമാണ്. പാപമാണ് ശിക്ഷ അർഹിക്കുന്നത്. കൊലപാതകം, പിടിച്ചുപറി, വല്ലവൻ്റെതും മോഷ്ടിച്ചുകൊണ്ട് പോവുക, ഇതൊക്കെ പാപത്തിൽപ്പെടും. അതൊക്കെ ആരാ ചെയ്തതെന്ന് അന്വേഷിച്ചാൽ മതി. പക്ഷേ തെറ്റുകൾ ചെയ്തത് ജനതയോടാണെങ്കിൽ അവരുടെ ഈ ഒരു ചൂണ്ടുവിരൽ, ഹൃദയവിരൽ നിശ്ചയത്തെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ആ വഞ്ചനയുടെ കണക്കെടുപ്പിനി അവർ നടത്തിയിട്ട് കാര്യമില്ല, അവർ നന്നാവില്ല.
പക്ഷെ നിങ്ങൾക്കിനി ആ തെറ്റാവർത്തിക്കാൻ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഈ ഹൃദയവരിൽ നിങ്ങൾ അമർത്തില്ല എന്ന് പറയുന്ന ആദ്യത്തെ നിശ്ചയമാണ് നിങ്ങൾക്ക് വേണ്ടത്. അവിടെ ആരൊക്കെ ഒഴിവാക്കപ്പെടണം? ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ NDA നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സ്ത്രീ സംഗമത്തിൽ വന്നിരുന്നല്ല ഞാൻ സംസാരിക്കുന്നത്. സംവിധാനം എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന പറ്റങ്ങൾ, അങ്ങനെ പറയാനൊക്കൂ? ജനാധിപത്യത്തിലെ ഏറ്റവും, ഇന്ന് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ശ്രീ ശശി തരൂരിൻ്റെ ഒരു ലേഖനം വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ടെമ്പിൾ ഓഫ് ഡെമോക്രസി. ഒരു വിശ്വപൗരൻ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഒരു MP-യിൽ നിന്ന് മാറി, ഒരു കോൺഗ്രസ്സുകാരനിൽ നിന്ന് മാറി, ഒരു മനുഷ്യൻ, ഒരു സമ്മതിദായകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം ഹൃദയം തുറന്ന് ആ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ആ ലേഖനത്തിൻ്റെ ഒരു മലയാള വിവർത്തനം പ്രിൻ്റ് ഔട്ട് എടുത്ത് തൃപ്പൂണിത്തറയിൽ പ്രത്യേകിച്ച് കൊടുക്കണമെന്ന് ഞാൻ തീർച്ചയായിട്ടും ഞങ്ങളുടെ കാര്യകർത്താക്കളോട് ആവശ്യപ്പെടും, അപേക്ഷിക്കുകയല്ല. എത്തണം, ഇത്തരം ചിന്താഗതികൾ എത്തണം. തൃപ്പൂണിത്തറയുടെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം എനിക്കറിയണ്ട എന്ന് ഞാൻ പറയാൻ കാര്യം, ഞാൻ ഏറ്റവും കൂടുതൽ മതിക്കുന്നത് തൃപ്പൂണിത്തറയിൽ നിന്ന് യാത്രാ സംവിധാനത്തിന് ഒരു ഏക ഓൺട്രപ്രണർ എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചാൽ അത് തമ്പുരാനാണ് വന്നത്. മോഡേണൈസേഷൻ ഓഫ് ലിവിങ് സിസ്റ്റംസ്, മോഡേണൈസേഷൻ. അന്നത് റെയിൽവേ എന്ന് പറയുന്നത് മോസ്റ്റ് മോഡേൺ ലോജിസ്റ്റിക് തിങ്കിങ് ആണ്. മോസ്റ്റ് മോഡേൺ റെയിൽ. അങ്ങനെ ഒരു കാര്യം സംഭവിക്കൂ? തൃശ്ശൂർ വഴി കോയമ്പത്തൂർ വരെ മെട്രോ സംഭവിക്കുമോ? ഒരു ഊളക്കല്ലേ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റൂ എന്ന് ചോദിച്ചവന്മാരാണ് ഇപ്പോൾ ചോദിക്കുന്നത് എവിടെ മെട്രോ എന്ന്. എന്തൊരു വിരോധാഭാസമാണ്. സ്വപ്നം തന്നെയാണ് കാണുന്നത്. കാരണം എനിക്കറിയാം, അങ്ങനെ ഒരുപാട് സ്വപ്നം കണ്ട ഒരു മഹാനായ മുഖ്യമന്ത്രി, ഒരു സംഘ കാര്യകർത്താവ് എന്ന നിലയ്ക്ക് 12ാം വയസ്സ് മുതൽ ഭാരതത്തിൻ്റെ ഹൃദയ ധമനികൾ മുഴുവൻ മനസ്സിലാക്കി ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി 12 ചില്ലുവാനും വർഷങ്ങളും, അത് കഴിഞ്ഞ് ഭാരതം ഭരിക്കാനായി 2014 മെയ് മാസത്തിൽ ഇന്ന് ഭാരത് കി യശസ്വി പ്രധാനമന്ത്രി എന്ന് ലോകം പറയുന്നുണ്ടെങ്കിൽ, ചായക്കടക്കാരനെ വിളിച്ച് അവഹേളിക്കും എന്ന് പറയുന്ന ഈ ഹൈടെക്കുകൾക്ക് പോലും ഇന്ന് തിരുവനന്തപുരത്തായാലും ഏത് പട്ടണത്തിൽ ചെന്നാലും 5 സ്റ്റാറിൽ കയറി ചായ കുടിക്കുന്നത് നിങ്ങൾ കാണില്ല. റോഡിൻ്റെ സൈഡിൽ ബൈക്കും കാറും കൊണ്ടുവന്നിട്ടിട്ട് ഇറങ്ങി റോഡ് ബ്ലോക്ക് ചെയ്ത് ചായ കുടിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അവർക്ക് ആ ചായ നൽകിയ ഒരു പാരമ്പര്യത്തിൻ്റെ തുടക്കം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അംശം കൂടി അതിലുണ്ട്. അപ്പം അങ്ങനെ ഒരു കനവ് കാണുന്ന, സ്വപ്നം കണ്ടിരുന്ന മുഖ്യമന്ത്രിയിൽ നിന്ന് ആ സ്വപ്നങ്ങൾ മുഴുവൻ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്ന, ഇന്ന് തമ്പുരാൻ അന്ന് ചെയ്തതുപോലെ ഒരു വലിയ ലോജിസ്റ്റിക് റെവല്യൂഷൻ ഇൻ ദ നെയിം ഓഫ് ബുള്ളറ്റ് ട്രെയിൻ 2028-29 വർഷം ഉറപ്പായിട്ടും ഗുജറാത്തിൽ നിന്ന് 8 മണിക്കൂർ യാത്ര ദൈർഘ്യമെന്ന് പറയുന്നത് 2.5 മണിക്കൂറിലേക്ക് ചുരുക്കിക്കൊണ്ട് നടപ്പിലാവും. ഈ കൊച്ചി മെട്രോയുടെ ഫീസിബിലിറ്റിയും ഇതൊക്കെ 2019 തന്നെ മനസ്സിലാക്കി ഇതെങ്ങനെ മോസ്റ്റ് ഫീസിബിൾ ആവും. ഇന്ന് ലാഭത്തിലാണോ എന്ന് പറയട്ടെ, ബെഹ്റാജി പറയട്ടെ, അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി പറയട്ടെ. എന്തിനാണ് മെട്രോ ചിന്തിച്ചത്? ഇൻഡിവിജ്വൽ
ഫ്യുവൽ ബേണിംഗ് ഒഴിവാക്കാൻ, സ്മോക്ക് എമിഷൻ ഒഴിവാക്കാൻ, പ്രകൃതിയെ സംരക്ഷിക്കാൻ. അതും അതിനകത്ത് ഒരു വലിയ ഉദ്ദേശമാണ്. ക്രൗഡിങ് ഓഫ് റോഡ്സ്. ഇതെന്തെങ്കിലും സംഭവിച്ചോ? ആരെങ്കിലും പാലക്കാട് നിന്ന് കാറ് കൊണ്ടുവന്ന് ആലുവയിലിട്ടിട്ട് മെട്രോയിൽ കയറി വരുന്നുണ്ടോ ടൗണിലേക്ക്? ഒരാൾ പോലും വരില്ല. ഇത് മോസ്റ്റ് ഫീസിബിൾ ആവുന്നത് പാലക്കാട് തൊട്ട് നിങ്ങളൊരു കമേഴ്ഷ്യൽ കോറിഡോർ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ കോയമ്പത്തൂർ വരെ നീളുന്ന. അന്നും എന്നെ പറഞ്ഞ് അവഹേളിച്ചത് എങ്ങനെയാണെന്നറിയാം? കൊച്ചി മെട്രോ കൊച്ചി പട്ടണത്തിന് വേണ്ടി മാത്രമാണ്. അവരെ എനിക്ക് ഊളകൾ എന്ന് മാത്രമേ പറയാൻ ഒക്കൂ. വെരി സോറി. ഒരു മന്ത്രി ആയതുകൊണ്ട് ഇങ്ങനത്തെ മന്ത്രിക്ക് പ്രത്യേകം നിഘണ്ടു ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. വികാരം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ഞാൻ അന്ന് തന്നെ മറുപടി കൊടുത്തു. ഡൽഹി മെട്രോ ശ്രീധരൻ സാറിൻ്റെ ഒരു ആരുടെയൊക്കെയോ സ്വപ്നം സാക്ഷാത്കരിച്ച മഹാനാണ് ശ്രീധരൻ സാറെങ്കിൽ ആ കൊച്ചി മെട്രോ പോകുന്നത് 3 സംസ്ഥാനങ്ങളിലൂടെയാണ്. ഡൽഹി മെട്രോ 3 സംസ്ഥാനങ്ങളിലൂടെ. യു പിയിലെ നോയിഡ, പിന്നെ ഹരിയാന എന്ന് പറയുന്ന സെപ്പറേറ്റ് സംസ്ഥാനം തന്നെ എന്ന് വെച്ചോളൂ. അതിൽ ആദ്യത്തെ 2 സെക്ടറിലേക്ക് ചെല്ലുന്നതും പിന്നീട് അത് RRTS ആയി മാറിക്കൊണ്ട് അങ്ങേ അറ്റത്തെ സെക്ടറിലേക്ക് ചെല്ലുന്നത് 182 സെക്ടറോ മറ്റോ ആണത്. മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഏറ്റവും വലിയ ഹോസ്പിറ്റലുള്ളതും അവിടെയാണ്. അപ്പം ഇതൊക്കെ സാധ്യമാണ്. അതിൻ്റെ പഠനം നടത്തി. ഇപ്പോൾ അന്ന് പറഞ്ഞു നെടുമ്പാശ്ശേരിയിലേക്ക് മെട്രോ ആദ്യം വരും, അത് കഴിഞ്ഞ് അങ്കമാലിയിലേക്ക് വരും, ചാലക്കുടി വരെ എങ്കിലും വരണം. അതിന് വേറെ ആ പ്രാദേശികമായിട്ട് ഇതിനെവിടൊക്കെ സ്റ്റേഷൻ ഉണ്ടാവുന്നോ അവിടെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പേരിൽ കാർ പാർക്കിങ്ങിന് സൗകര്യമൊരുക്കുന്നത് അവിടുത്തെ ലോക്കലൈറ്റ്സ് ആയിരിക്കും. റവന്യൂ ജനറേഷൻ എന്ന് പറയുന്നതിനും കൂടി നമ്മളൊരു വലിയ പന്ഥാവാണ് തുറന്നിട്ട് കൊടുക്കുന്നത്. വികസനം അതാണ്. അല്ലാതെ വികസനത്തിൻ്റെ പേരിൽ വരുന്ന കോൺക്രീറ്റ് മാത്രമല്ല, അതിനുള്ളിലെ കമ്പിയും സിമെൻറ്റും പാറക്കഷ്ണങ്ങളുമല്ല വികസനം. അതൊരു ടെൻറ്റക്കിൾ മാത്രമായിരിക്കും, ഒരു എക്സ്റ്റൻഷൻ ഓഫ് എ സർവീസ് മാത്രമായിരിക്കും. പക്ഷേ അതിൻ്റെ അനുചരങ്ങളായി വരുന്ന, അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന, സപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരുപാട് ചായക്കച്ചവടവും വരും വിപുലമായി. അപ്പം ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ പറയാനേ പാടില്ല. ഇനി എങ്ങാനും ഇനി ഇത് വന്നെന്ന് വെച്ചോ, അന്നേരം ഈ പറ്റങ്ങൾ എന്താ പറയാൻ പോകുന്നതെന്നറിയാം. അത് സ്വപ്നം മാത്രമാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് പുള്ളിയുടെ സംഭാവന അല്ല. ഇതിന് മാത്രം വിധിക്കപ്പെട്ട രാഷ്ട്രീയ വർഗങ്ങളാണ് നിങ്ങളെ കഴിഞ്ഞ 50 വർഷം വഞ്ചിച്ചു കൊണ്ടിരുന്നത്. നിഘണ്ടുവിൽ വേറൊരു വാക്കുണ്ട് വഞ്ചനയ്ക്ക് പകരം. ഞാനിവിടെ യോഗ്യമായിട്ട് അവരുടെ സ്വഭാവ സവിശേഷത വെളിവാക്കാൻ ആ വാക്ക് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം. പക്ഷേ സ്ത്രീ കേന്ദ്രമാണിത്. ഞങ്ങൾക്ക് ആണുങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ ഇപ്പം ഞാൻ കാതിൽ പറഞ്ഞതുപോലെ വിചാരിക്കാം, അത് തന്നെയാണ്. ചൊറിച്ചുമല്ലാനൊക്കെ എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. ഉഗ്രരീതിയിൽ വമ്പിച്ച വഹിപ്പ് നടത്തിയിട്ടുണ്ട്. ഉഗ്രനെ നമ്മൾ ഊക്കനെന്ന് പറയും അല്ലേ, നല്ല തഡോടുകൂടി. ഈ മുഹൂർത്തത്തിൽ ഈ വഞ്ചനയെക്കുറിച്ചാണ് സമ്മതിദായകരെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ടത്. കാരണം ഇനിയൊരു 5 വർഷം നമുക്ക് പാഴാക്കാനില്ല. പ്രധാനമന്ത്രി 2036 47 അവിടെ ഉണ്ട്. പക്ഷേ 47 ശക്തമായി സാധ്യമാകണമെങ്കിൽ വെറുതെ വികസിത് ഭാരത്
ആത്മനിർഭർ ഭാരത് അറ്റ് 2047 എന്നല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിന് നടക്കേണ്ടതായ സ്റ്റേജ് ബൈ സ്റ്റേജ്, ഓരോ ദിവസവും നടക്കേണ്ട മുന്നേറ്റം, ഓരോ ആഴ്ചയിലും ഓരോ മാസത്തിലും ഓരോ വർഷത്തിലും. 2036 ഭാരതത്തിൽ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 36 അല്ലെങ്കിൽ 40 അത് സംഭവിച്ചിരിക്കും. ആ ഒളിമ്പിക്സ് എങ്ങനെയാണ് കേരളത്തിൻ്റെയും കൂടി ഭാഗമാകുന്നത്? ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇത് ഒളിമ്പിക്സ് വരാൻ പോകുന്നത് ഇന്ത്യയിൽ തിരുവനന്തപുരത്ത് ആണ് എന്നാക്കിയെടുക്കുകയാണ് ഈ വക്രങ്ങളെല്ലാം. ഭാരതത്തിൽ ഒളിമ്പിക്സ് വരുമ്പോൾ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഗുജറാത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള ഇവിടെ ഇരിക്കുന്ന ക്രിക്കറ്റ് സമൂഹത്തിനറിയാം. തൃപ്പൂണിത്തുറയ്ക്ക് കേരളത്തിൽ തന്നെ ക്രിക്കറ്റിന് വലിയ പ്രാമുഖ്യമുള്ള അന്തസ്സുള്ള ഒരു പ്രദേശമാണ് തൃപ്പൂണിത്തുറ. രവിയച്ചൻ്റെ ഒരു ചടങ്ങിന് ഞാനിവിടെ വന്നതാണ്. ഞാനിവിടെ അവസാനമായിട്ട് വന്നതെന്ന് എൻ്റെ ഓർമ്മ 2-3 വർഷം മുമ്പ് അല്ലേ ബാലു? അങ്ങനെ ഒരു പാരമ്പര്യം കൂടിയുണ്ട്. അതും തമ്പുരാൻ്റെ കുടുംബത്തിന് അവകാശപ്പെട്ടതാണ്. ഇവിടുത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം ആയാലും അല്ലേ, സംഭാവനയല്ലേ? അപ്പോൾ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പേരിൽ UP-യിലുണ്ടായിട്ടുള്ള ചുമ്മാ ഇവിടെ ഇരുന്ന് ഈ അസുഖം വരുമ്പോഴത്തേക്കും ഊപ്പി എന്ന് പറഞ്ഞാൽ പോരാ. ഇന്നത്തെ UP എന്താണെന്ന് നിങ്ങൾ പോയി കണ്ട് മനസ്സിലാക്കണം. ആ വിഭാഗങ്ങളെല്ലാം പുച്ഛിച്ച് തള്ളിയ ഒരു മഹാകുംഭമേള. എന്താണ് ഭാരതത്തിനുള്ള റവന്യൂ പഠിച്ചിരിക്കണം. UP ആണെന്ന് ഒളിമ്പിക്സ് വരുമ്പോൾ തെളിയിക്കും. ഗുജറാത്താണെന്ന് ഒളിമ്പിക്സ് വരുമ്പോൾ തെളിയിക്കും. മഹാരാഷ്ട്ര നേരത്തെ അതിനകത്ത് കോൺഗ്രസ്സുകാരുടെയും വലിയ പങ്കുണ്ട്, ഇല്ലയെന്നൊന്നും ഞാൻ പറയില്ല. മഹാരാഷ്ട്രയിൽ കോൺഗ്രസിൻ്റെ ഭരണത്തിൻ്റെ ചില ഫാസൈറ്റഡ്നെസ്, കാഴ്ചപ്പാട് അത് ശ്ലാഘിക്കാതെ വയ്യ. അപ്പോൾ സ്പോർട്സിന് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ എന്ന നിലയ്ക്ക് ഭാരതത്തിൽ ശ്രീ നരേന്ദ്രമോദി ഒളിമ്പിക്സ് കൊണ്ടുവരുമെങ്കിൽ സജ്ജത തിരുവനന്തപുരത്തിനും വേണം, കേരളത്തിലെ എല്ലാ ജില്ലകൾക്കുമുണ്ടെങ്കിൽ നമുക്കത് കേരളത്തിലേക്ക് വലിയ ഒരു റവന്യൂ ഇൻഫ്ലോ, ഒരു വലിയ ധന സമാഹരണത്തിനുള്ള ഇവൻ്റായിട്ടാണ് വരുന്നത്. കൾച്ചറൽ പ്ലാറ്റ്ഫോം നമ്മുടേത് നിരവധിയല്ലേ, എത്ര കലാരൂപങ്ങൾ, ഇതിൻ്റെ എല്ലാം ട്രാൻസാക്ഷൻ ആ സമയത്ത് നടക്കും. അല്ലാതെ സ്പോർട്സ് മാത്രമല്ല നടക്കുക, അതിൻ്റെ പേരിൽ വരുന്ന വിദേശ ടൂറിസം. എത്ര രാജ്യങ്ങളിൽ നിന്ന്, ഏതാണ്ട് 110 രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരം, ഇതും സംഭവിക്കും ആ സമയത്ത്. ഇത് പൂർണ്ണമായി നമ്മൾ ഉപയോഗപ്രദമാക്കി അടുത്ത തലമുറയ്ക്ക് 2047 അടുത്ത ഭാരതീയ യുഗം ലോകത്തിന് സമ്മാനിക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ്. അതിലേക്ക് നിങ്ങൾ ഈ വരുന്ന 9-ാം തീയതി ലാഘവത്തോടെ കാണരുത്, പാഴാക്കി കളയരുത്. നേഷൻ ബിൽഡിങ്ങിൻ്റെ ഭാഗമായി തൃപ്പൂണിത്തുറ തദ്ദേശഭരണ സ്ഥാപനത്തിൻ്റെ ബിൽഡിംഗ് നിങ്ങളുടെ ഈ ഹൃദയവിരലിലാണ് കുടികൊള്ളുന്നത്. അത് ശുദ്ധമായി, ഞാൻ നേരത്തെ പറഞ്ഞ എ പൊളിറ്റിക്കൽ മൈൻഡ് സെറ്റ്. രാഷ്ട്രീയം എന്ന് പറയുന്നതിനകത്ത് എന്തോ ഒരു ചെറിയ അപകടമുണ്ടെന്ന് പിന്നീട് എനിക്ക് തോന്നി. കാരണം ഈ നക്സലിസത്തെയും അരാഷ്ട്രീയവാദികളെന്നാണോ വിളിക്കുന്നത്? അങ്ങനെ എന്തോ ഉണ്ടോ? വിനയൻ എന്നെ ഒന്ന് ഉത്ബോധിപ്പിക്കാമോ? ഉണ്ടോ അങ്ങനെ? വിനയനുണ്ടോ ഇവിടെ? പോയി. നമുക്ക് മണ്ണ് മാത്രമായിരിക്കണം നമ്മുടെ നോട്ടം. നമ്മുടെ എല്ലാവരുടെയും വകയാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വകയല്ല ഈ മണ്ണ്. ഈ മണ്ണിൻ്റെ ലഭ്യതകൾ അത് പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും നമ്മുടെ ഉപജീവനത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ പ്രകൃതിയെ നശിപ്പിക്കാതെ
സന്തുലിതാവസ്ഥ നശിപ്പിക്കാതെ ഡെവലപ്മെൻ്റ് എന്ന പേരിൽ കൊണ്ടുവരുന്നത് സബ്കാ സാത്ത്, സബ്കാ പ്രയാസ്, സബ്കാ വിശ്വാസ്, സബ്കാ വികാസ്. എല്ലാവരും ഉൾപ്പെട്ടിരിക്കണം. അതിൽ കേരളത്തിലുള്ള എല്ലാ ജില്ലകൾക്കും നമുക്കിന്നുള്ളതെന്ത്? ഇല്ലാത്ത ജില്ലകളേത്? ആ ഇല്ലാത്ത ജില്ലകളും സബ്കാ സാത്ത് വികാസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരെയും കൂട്ടിച്ചേർക്കേണ്ടതല്ലേ എന്ന് പറയുന്ന വിട്ടുകൊടുക്കൽ മനസ്ഥിതി വേണം. ഞാൻ എയിംസിനെ കുറിച്ചാണ് പറയുന്നത്. എയിംസ് ഉടനെ ആലപ്പുഴയിൽ വന്നു എന്നൊന്നും അല്ല പറഞ്ഞത്. സബ്കാ സാത്ത് സബ്കാ വികാസ് ആണെങ്കിൽ ആലപ്പുഴക്കാരെ ഇനിയും ആ നശിച്ച ഒരു സമരങ്ങളുടെ പരമ്പരയിൽ നിന്ന് മുങ്ങിപ്പോയ ഒരു പ്രദേശത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ സഹോദര ജില്ലകൾ വിട്ടുകൊടുക്കൽ മനസ്ഥിതി വേണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നുള്ളൂ. അഭ്യർത്ഥനയാണ്. അങ്ങനെയാണ് വികസനം വരേണ്ടത്. എല്ലാം കൊച്ചിക്ക് വേണം, എല്ലാം തിരുവനന്തപുരത്തിന് വേണം, എല്ലാം തൃശ്ശൂരിന് വേണമെന്ന് പോലും ഞാൻ പറയില്ല. അങ്ങനെയെങ്കിൽ പിന്നിന്ന് കേരളത്തിൽ തണ്ടല് നിവർത്തി അതിവിടെയേ വരാൻ പാടുള്ളൂ എന്ന് പറയാൻ തൃശ്ശൂർ ജില്ലയ്ക്ക് മാത്രമാണ് അവകാശമുള്ളത്. നരേന്ദ്രമോദി കേന്ദ്രം ഭരിക്കുമ്പോൾ അങ്ങനെ ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റ് മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന നിലയ്ക്ക് മറ്റ് ജില്ലകൾക്കും ചില പട്ടണങ്ങൾക്കുമുള്ള സൗകര്യങ്ങൾ നിങ്ങൾ നോക്കിക്കോളും. കോട്ടയത്ത് പോലും എത്രയധികം പ്രൈവറ്റ് സ്ഥാപനങ്ങൾ, കോഴിക്കോട്, കണ്ണൂർ, തിരുവനന്തപുരം, പ്ലഷാണ് ട്രിവാൻഡ്രം. ഇനി ഈസ് ഓഫ് ലിവിങ്, ഈസ് ഓഫ് ബിസിനസ് അല്ല, ഈസ് ഓഫ് ലിവിങ് ഇല്ലെങ്കിൽ ബിസിനസ് വിൽ നെവർ ബി അറ്റ് ഈസ്. ദാറ്റ് ഈസ് മൈ ബിലീഫ്. ആദ്യം ആവാസം ശുദ്ധീകരിക്കണം. ആവാസ അവകാശം, ആവാസ അധികാരം ശക്തമായിരിക്കണം. എങ്കിൽ മാത്രമേ ഡെവലപ്മെൻ്റ് ഉണ്ടാവൂ. ആ ഡെവലപ്മെൻറ്റ് മാത്രമേ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് വഴിയൊരുക്കൂ. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. കാഴ്ചപ്പാടെന്ന് പറയുന്നത് തിരഞ്ഞെടുത്ത് വരുന്ന ഒരു വാർഡ് മെമ്പർക്കും വിദ്യാഭ്യാസം കാര്യങ്ങൾ അങ്ങനെ വേണം ഇങ്ങനെ വേണം ചർച്ചയ്ക്ക് അത് വിധേയമാണ്. ചർച്ച വേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ വിദ്യാഭ്യാസം ഒട്ടുമില്ലാത്ത ആൾക്കാർക്കും നല്ല ബുദ്ധിശക്തിയും നല്ല കാഴ്ചപ്പാടിൻ്റെ ശക്തിയുമുണ്ട്. അത് നമുക്ക് തീരെഴുതി കളയാൻ പറ്റുമോ? സബ്കാ സാത്ത് എന്ന് പറയുന്ന ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നതിൻ്റെ അർത്ഥവ്യാപ്തി ഇപ്പോഴും അല്ല, ഒരു കാലത്തും നമ്മളതിൻ്റെ അർത്ഥവ്യാപ്തി പൂർണ്ണമായിട്ട് നമ്മളത് മനസ്സിലാക്കത്തില്ല. പോകെ ഓരോ വർഷവും ശ്രീ നരേന്ദ്രമോദി അത് വ്യക്തമാക്കി തന്നുകൊണ്ടിരിക്കും. രാജ്യത്തിന് മാത്രമല്ല, ഭാരതത്തിന് മാത്രമല്ല, ലോകത്തിന് മുഴുവൻ മനസ്സിലാക്കി കൊടുക്കും. സബ്കാ സാത്തിൻ്റെ പൊരുൾ എത്രമാത്രം ബലൂണിംഗ് ആണ്. ഞാനീ പറഞ്ഞതിനകത്ത് ഒരു വോട്ടഭ്യർത്ഥന വന്നിട്ടേയില്ല. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ആദ്യം സംസാരിച്ച സഹോദരി സ്വാഗതം മോദിയപ്പോൾ പറഞ്ഞു ഡിഫൻസ് സെക്ടറിലുണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങളെക്കുറിച്ച്. നമ്മൾ കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് മോദിജി പറഞ്ഞതും അതിനു മേലെ ഇപ്പോൾ ശ്രീമതി ദ്രൗപദി മുർമുജി ആയമ്മ ചെയ്യുന്നതും പോകുന്ന സ്ഥലങ്ങളിലെല്ലാം സംസാരിക്കുന്നതുമായ വിഷയങ്ങൾ പരിശോധിച്ചാൽ അറിയാം, ഭാരതത്തിൽ ഒരുപക്ഷെ ലോകത്തിന് മുഴുവൻ മാതൃകയായി സ്ത്രീശക്തി എങ്ങനെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്, ആ കോൺസെപ്റ്റ് എങ്ങനെയാണ് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ഇന്നലെ എൻ്റെ ഭാര്യയും മകളുമായിട്ട് നേവി ഡേ സെലിബ്രേഷന് വേണ്ടി, ശരിക്കും നേവി ഡേ 4-ാം തീയതിയാണ്, ഇന്നാണ്, 1971 ഒരു നട്ടല് നിവർത്തി കാണിച്ച ഒരു സംഭവത്തെ അധിഷ്ഠിതമാക്കിയാണിത് വെച്ചിട്ടുള്ളത്. അന്നത് നേവിയുടെ ഒരു വലിയ, നേവിക്ക് അത് മാത്രമല്ല, നമുക്ക് കുളച്ചലും ഡച്ചിനെ കീഴ്പ്പെടുത്തുന്നതിന്
നേവിയുടെ അന്നത്തെ ഒരു പങ്കെന്ന് പറയുന്നത് വളരെ ശക്തമാണ്. അപ്പോൾ ഇന്ന് റഷ്യൻ പ്രസിഡൻറ്റ് അവിടെ ഉള്ളതുകൊണ്ട് ഇന്നും നാളെയുമൊക്കെ ഇന്നലത്തേക്ക് ആ ആഘോഷ പരിപാടികൾ മാറ്റിവെച്ചത് കൊണ്ടാണ് ഇന്നലെ അത് നടന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. എൻ്റെ ഇളയ മകൾ ഓ ദീസ് ലേഡീസ് ആർ സോ ബ്യൂട്ടിഫുൾ ഇൻ ദിസ് യൂണിഫോം. നേവി വേഷം വെള്ളയും അണിഞ്ഞ് വെള്ള ഷൂവും ഇട്ടിട്ട് സുന്ദരികളായി അവർ ആ വേഷമിട്ട് ആ ഉദ്യമം ഏറ്റെടുത്തപ്പോൾ അവരുടെ സൗന്ദര്യം വല്ലാണ്ട് വർദ്ധിച്ചു. എല്ലാവരും സുന്ദരികളൊന്നും ആയിരുന്നില്ല. പക്ഷെ ഒരു കാലത്തും ഞാൻ 2005 കൊച്ചിയിൽ നേവി ഡേ സെലിബ്രേഷന് പോയിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത കമ്പോണൻറ്റ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ നെയിം ഓഫ് വിമൻ വളരെ വല്ലാത്ത ഒരു എണ്ണത്തിൽ ഇന്നലെ അവിടെ കാണാൻ സാധിച്ചു തിരുവനന്തപുരത്ത്. എയർഫോഴ്സിലേക്ക് എത്തുകയാണെങ്കിൽ എണ്ണം കൂടുതലാണ്. ആർമിയിൽ എനിക്ക് തോന്നുന്നു ഉണ്ട്, ആർമി മെഡിക്കൽ കോറിലായിരിക്കും ഏറ്റവും കൂടുതൽ. AMCയിലാണ് ഇത് വരുന്നത്. ടെറൈൻ ഡിഫിക്കൽട്ടീസ് ഉള്ളത് കൊണ്ട് അതൊരു കൺസിഡറേഷൻ ആണെന്നും പറയാൻ നോക്കത്തില്ല. കാരണം പെൺ പുലികൾ എന്നാണ് പറയുന്നത്. ആൺപുലികളെന്ന് പറയുന്നത് പിന്നെ നമ്മൾ അഡാപ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ആ ദൗത്യത്തിന് ഇറങ്ങുന്നവരെല്ലാം പെൺ ചീറ്റപ്പുലികളായിരിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പലരും പറഞ്ഞു ഇത് വെറും പ്രസ്താവനകളാണ്, റെറ്ററിക്കാണ്, എലക്ഷൻ ഗിമ്മിക്കാണ് എന്നൊക്കെ പറഞ്ഞതും നരേന്ദ്രമോദി ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു പറ്റുന്നത് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ആ പറഞ്ഞെല്ലാം ഇനിയും ചെയ്ത് കാണിച്ചുകൊണ്ടേയിരിക്കും. അത് നിങ്ങളെ ഒരുപാട് ഇല്ലാതാക്കും, നിങ്ങളെ തളർത്തും. മഴയാണോ? ഇടി പറയുന്നത് ഞാൻ മഴയായി വരുന്നു എന്നല്ലേ? മഴ പെയ്യട്ടെ, ഐശ്വര്യമാട്ടെ. ഈ മഴ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലൂടെ നിങ്ങൾ സമ്മതിദായകർ നടപ്പിലാക്കിയെടുക്കണം. ഇവിടെ ഇരിക്കുന്നവർക്ക് ഏത് രാഷ്ട്രീയ ചിന്താഗതി ഉണ്ടെങ്കിലും ഞാൻ വോട്ട് ചെയ്യുന്നത് ഈ മണ്ണിന് വേണ്ടിയായിരിക്കും, ഞാൻ ഇവിടെ വോട്ട് ചെയ്യുന്നത് തൃപ്പൂണിത്തറയ്ക്ക് വേണ്ടിയായിരിക്കും, വലിയൊരു പാരമ്പര്യത്തിന് വേണ്ടിയായിരിക്കും എന്ന നിശ്ചയം 9-ാം തീയതി പോളിംഗ് ബൂത്തിൽ നടപ്പിലാക്കണം. ഞാനിവിടെ ആദ്യം വരുന്നത് 2015 ലായത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് വരുന്ന 20 സ്ഥാനാർത്ഥി പ്രഖ്യാപനം. മറ്റത് ഇലക്ഷൻ പ്രചരണത്തിനായിരുന്നു 15. പിന്നെ 16 നിയമസഭാ തെരഞ്ഞെടുപ്പിനും പ്രചരണത്തിന് വന്നിരുന്നു. എവിടെ നിന്ന് തുടങ്ങി ആ വർഷം 17 അംഗങ്ങളെ സമ്മാനിച്ചല്ലോ. 2020 17 പേര് ഏതെണ്ണത്തിൽ നിന്നാണ് എത്തിച്ചത്? അതിന് മുമ്പ് എത്ര പേരായിരുന്നു? 5. ഇനി ആ 17-ലും 20-ലും ഒന്നും ഒതുങ്ങിയാൽ പോരാ. ഇനി വ്യക്തമായി ഭരണം പിടിച്ചെടുക്കുകയല്ല വേണ്ടത്, ഭരണം നേടിയിരിക്കണം. അത് കേരളക്കരയുടെ നേട്ടങ്ങളിൽ ഒരു വലിയ നേട്ടം, സമുന്നതമായ ഒരു നേട്ടം തന്നെയായിരിക്കും. തൃശ്ശൂർക്കാർ ഇന്ന് അഭിമാനിക്കുന്നത് പോലെ കൊച്ചിക്കാർക്കും അഭിമാനിക്കാൻ വകയുണ്ടാക്കി വെക്കേണ്ടത് നിങ്ങളാണ്. ഞാനിവിടെ ഇരുന്ന് ആ ആവശ്യത്തിലേക്ക് മാത്രം ഞാൻ പറയും, ഈ ഹൃദയവിരൽ അമരുന്നത് ഒരു തലോടലായി താമര ചിഹ്നത്തിലായിരിക്കണേ എന്ന് ഞാൻ തൃപ്പൂണിത്തറയോട് പൂർണ്ണത്രയീശനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, യാചിക്കുന്നു. നന്ദി, നമസ്കാരം.
നന്ദി സുരേഷേട്ടാ. സുരേഷേട്ടന് തൃപ്പൂണിത്തുറയുടെ ഒരു ഉപഹാരം നൽകുന്നതിനായി രാധികവർമ്മ ടീച്ചറെയും ശ്രീമതി രഞ്ജിനി സുരേഷ് അവർകളെയും ക്ഷണിക്കുന്നു. ആശംസകൾ നേരുന്നു. എത്ര പേരാണ് അവിടെ ഉള്ളത് സ്ഥാനാർത്ഥികൾ? പെരുമ്പളം പഞ്ചായത്ത് ആലപ്പുഴ ജില്ലയിലെ ദ്വീപ് പഞ്ചായത്താണ്. 14 വാർഡുകളിലായിട്ട് 14 സ്ഥാനാർത്ഥിയും ഒരു ബ്ലോക്ക് സ്ഥാനാർത്ഥിയാണ്. അതിൽ ബ്ലോക്ക് സ്ഥാനാർത്ഥി കാലൊടിഞ്ഞിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് വോട്ട് ചോദിക്കാൻ പോകാൻ പറ്റില്ല. കാൽപ്പത്തിക്ക് ഒരു പൊട്ടലുണ്ടായി. നമ്മുടെ ഇലക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട ഓഫീസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് കാലിന്റെ പത്തി പൊട്ടി അദ്ദേഹം ഇവിടെ ഉണ്ട്. ഇപ്പൊ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. വിജയ ചേട്ടൻ അത് ആ മണ്ഡലത്തിലെ കൈപ്പത്തിയുടെ പൊട്ടലായി മാറട്ടെ. അങ്ങനെ വന്ന വോട്ട് ചോദിക്കാൻ ചെല്ലാൻ പറ്റുന്നില്ല എന്നുള്ളതായി തന്നെ ജനങ്ങൾ മനസ്സിലാക്കിക്കോളും. വിജയിക്കട്ടെ. മറ്റ് 16 പേരാണോ? 14 പേര് ഇപ്പോൾ അവിടെ ഉണ്ടല്ലേ? എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. നല്ല മിന്നും വിജയവുമായി വരും. ഞങ്ങളുടെ പഞ്ചായത്ത് ഒരു ടൂറിസമായിട്ട് അതൊക്കെ പിന്നെ അത് സ്റ്റേറ്റ് ഗവൺമെൻറ് വഴി വരണം. ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് അത് ചെയ്യുന്നില്ലെങ്കിൽ അടുത്ത സ്റ്റേറ്റ് ഗവൺമെൻറ് നമ്മളായിരിക്കണമെന്ന് നിങ്ങൾ കേരളത്തോട് ആവശ്യപ്പെടും. താങ്ക് യു. പാർട്ടി ചേരാനുള്ള ആളുടെ കാര്യം പറഞ്ഞു. സൈഡ് പോകും. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന വികസനത്തിൻ്റെ വികസന രേഖ സുരേഷ് ഗോപി, ശ്രീമാൻ സുരേഷ് ഏട്ടൻ ഇവിടെ പ്രകാശനം ചെയ്യുകയാണ്. എല്ലാവരും ഒരു വലിയ കയ്യടിയോടുകൂടി നമ്മുടെ വികസനത്തിലേക്ക് ഭലോ ഭാരത് മാതാ കേ, ഭലോ ഭാരത് മാതാ കേ, ഭലോ ഭാരത് മാതാ കേ. മായാമേനോ താഴെ ഞാൻ വിളിക്കാം. ഇന്ന് ദേശീയതയിലേക്ക് ഒരു പുതിയ വ്യക്തിത്വം കൂടി കടന്നു വരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇതിപ്പോൾ സുരേഷ് എന്നെ വിളിച്ചത് തന്നപ്പം എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാനിവിടെ സംസാരിക്കുക, അല്ലെങ്കിൽ ഞാനിങ്ങനെ പുറത്തധികം സംസാരിക്കുന്ന ആളല്ല. ഇത്തിരി പാട്ട് പാടാറേ ഉള്ളൂ.
പക്ഷേ ഇന്ന് ഏറ്റവും വലിയ അഭിമാനം എന്ന് പറഞ്ഞാൽ എനിക്കത് പറയാറില്ല, പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇപ്പോൾ കരയും. കാരണം ഞങ്ങളുടെ രാജിമോളെ രാധിക നിലത്തും താഴത്തും വെക്കാതെ ഞങ്ങൾ വളർത്തിയ മോളാണ്. എൻ്റെ വല്യമ്മയാണ് ആറന്മുള പൊന്നമ്മ, അമ്മയുടെ ചേച്ചി. ഞങ്ങൾക്ക് ആ മോളെ കിട്ടിയത് ഒരു നിധി കിട്ടിയ പോലെയായിരുന്നു. ആ നിധിയെ ഏറ്റവും ഔന്നത്യത്തിൽ എത്തിച്ചിരിക്കുന്ന ഒരു മഹാനായ വ്യക്തിയാണ് സുരേഷ്. കാരണം കുഞ്ഞുങ്ങളും മോളും. അപ്പം സുരേഷിൻ്റെ നന്മയാണ് അത് മുഴുവനും. എല്ലാവരോടുമുള്ള കാരുണ്യവും സ്നേഹവും നന്മയും, ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദീർഘായുസിന് വേണ്ടി എന്നും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ മെസ്സേജ് അയക്കും. കാരണം അത് മാത്രമേ പറയാനുള്ളൂ. ഇപ്പം മോളെന്നോട് പറഞ്ഞേ ഉള്ളൂ, നടുവേദനയായിട്ട് അപ്പച്ചി വന്നേക്കണേ, എനിക്ക് വിഷമമാണ് എന്നൊക്കെ പറഞ്ഞു. പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു. എന്തായാലും എല്ലാവർക്കും പ്രാർത്ഥനകൾ. സുരേഷ് പറഞ്ഞതിനോട് നമ്മളെല്ലാവരും നീതി പുലർത്തണം, അത്രയേ ഉള്ളൂ. ഒരു പ്രഗത്ഭ വ്യക്തിത്വം കൂടി ഇന്ന് ദേശീയതയുടെ പാതയിലേക്ക് കടന്നു വരുന്നു. പ്രശസ്ത സിനിമാ നടിയും നർത്തകിയും മോഡലുമായ ശ്രീ മായ മേനോൻ ശ്രീമാൻ സുരേഷ് ഗോപി സുരേഷ് ഏട്ടനിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗത്വം മേടിക്കുന്നു. ഹലോ, നമസ്തേ എല്ലാവർക്കും. ഞാൻ എപ്പോഴും പാർട്ടിയോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ ഉണ്ടായിരുന്ന ഒരാളല്ല. പക്ഷേ നമ്മളുടെ നാടിന് എന്താണോ നല്ലത് അതിനോടൊപ്പം ചേർന്ന് നിൽക്കണമെന്ന് എന്ന് തോന്നിയോ ആ നിമിഷം മുതൽ ഈ പാർട്ടിയെ ഫോളോ ചെയ്യുകയും ഇവരുടെ പ്രവർത്തനങ്ങളെ സസൂക്ഷ്മം പഠിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചുരുക്കി പറഞ്ഞാൽ നരേന്ദ്രമോദിജിയുടെ ഒരു ആരാധികയായി മാറി. അത് ഒരു വെറുതെ ഒരു പാർട്ടിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടാൻ വേണ്ടിയോ അല്ല. അദ്ദേഹം പ്രവൃത്തിയിലൂടെ തെളിയിച്ചത് കൊണ്ട് മാത്രം അദ്ദേഹത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ സുരേഷ് ഏട്ടൻ, ഞങ്ങൾ ഒരുമിച്ച് ഒരിക്കലും വർക്ക് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ തൃശ്ശൂരുകാരി എന്ന നിലയിൽ എൻ്റെ അമ്മ പാവം 89ാമത്തെ വയസ്സിൽ അത്രയും പ്രായത്തിൽ വോട്ട് ചെയ്യാൻ കഷ്ടപ്പെട്ട് ചെന്നത് സുരേഷ് ഏട്ടന് വോട്ട് കൊടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. പക്ഷേ അമ്മയ്ക്കിപ്പോൾ സന്തോഷമുണ്ടാവും, സ്വർഗത്തിലിരുന്നും അവരാലോചിക്കുന്നുണ്ടാവും ആ തെരഞ്ഞെടുപ്പ് പിന്നീട് അത് അനുഗ്രഹമായിട്ട് വന്നു എന്നുള്ളത്. അപ്പോൾ ഒരുപാട് സന്തോഷം. പിന്നെ നമ്മൾ പറയും എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന്. ഇന്ന് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയാണ്. എൻ്റെ കുലദേവതയായ ശ്രീപാർവതിയുടെ പിറന്നാളാണ്. 2, ഇന്ന് നമ്മൾ മുരുകയുഗം എന്ന് പറയുന്ന ഒരു യുഗത്തിൽ കാലൂന്നിയിരിക്കുന്നവരാണ്. ആ മുരുകയുഗത്തിൽ ഇന്ന് ഭഗവാന്റെ തിരുപ്പുറംകുன்றത്ര തിരി തെളിഞ്ഞിരിക്കുന്ന ദിവസമാണ്. ആ ദിവസം സുരേഷ് ഏട്ടൻ്റെ കൈകൊണ്ട് ഈ അംഗത്വം നേടാൻ പറ്റിയത്, അതും തൃപ്പൂണിത്തുറ കൃഷ്ണഭക്തിയായ എനിക്ക് പൂർണ്ണത്രയീശൻ്റെ മണ്ണിൽ വെച്ച് ഇത് സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് ഭാഗ്യം. വേറൊന്നും എനിക്ക് പറയാനില്ല. ഒരുപാട് സന്തോഷം. നമ്മുടെ ഓരോരുത്തരെയും ഷാൾ അണിയിക്കണം നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ സമയം അല്പം വൈകിയത് കൊണ്ട് സ്ഥാനാർത്ഥികൾ ഈ താഴെയും മുകളിലുമായിട്ട് നിൽക്കുക. ഒരുമിച്ച് നമുക്കൊരു ഫോട്ടോ എടുക്കാം. എല്ലാ സ്ഥാനാർത്ഥികളും താഴെയും മുകളിലുമായിട്ട് നിന്നാൽ മതി. കുറച്ച് പേര് മുകളിൽ നിൽക്കുക, കുറച്ച് പേര് താഴെ നിൽക്കുക. കുറച്ച് പേർക്ക് വേണമെങ്കിൽ ഇരിക്കും ചെയ്യാം. കുറച്ച് പേര് ഇവിടെ ഇരിക്കാം, കുറച്ച് പേര് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാം, കുറച്ച് പേര് പുറകിൽ നിൽക്കാം, ഇവിടെ ഇരിക്കാം. സ്ഥാനാർത്ഥികൾ കുറച്ച് പേര് ഇവിടെ ഇങ്ങനെ ഇരുന്നോളൂ. ഈ സ്റ്റേജിൻ്റെ സൈഡിൽ ഇവിടെ ഇരിക്കുക, കയറിയിരിക്കും. അല്ലെങ്കിൽ ഇതായിരിക്കും സ്ഥാനാർത്ഥികളുടെ ആ ഫോണും പേര് സ്ഥാനാർത്ഥികൾ തൃപ്പൂണിത്തുറ നഗരസഭയുടെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേര് വായിക്കുന്നു.
എല്ലാവരും ഷാളുകൾ അണിഞ്ഞ് ശ്രീ സുരേഷ് ഏട്ടനോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാം. ശ്രീമതി സ്മിത പ്രസന്നൻ, സനോജ്, അശ്വതി ടി എസ്, ശ്രീ സുകുമാരൻ, സുജിത, സജികുമാർ, എ ബി ജഷീർ, രാധാകൃഷ്ണൻ നായർ, ശ്രീ വി വി മോഹനൻ, വിജയശ്രീ, ജിതേഷ്, വള്ളി രവി, ലക്ഷ്മി ശ്രീകുമാർ, വിഷ്ണു പ്രദീപ്, ഇന്ദു സതീഷ്, അലക്സ് ചാക്കോ, വിദ്യ പി നായർ, രവികുമാർ, ലേഖ നായർ, ഷിബു തിലകൻ, വി അജിത് കുമാർ, ചന്ദ്രിക ഹരിദാസ്, ജയ് ബി സജീവൻ, ശ്രീ രാജൻ പനക്കൽ, ഇന്ദിരാദേവി, ഡെയ്സൺ പി ആർ, നവീൻ കേശവൻ, അഡ്വക്കേറ്റ് ശ്രീ പി എൽ ബാബു, ബിന്ദു മുരുകേശൻ, ഷീന ഹരീഷ്, രജനി ചന്ദ്രൻ, വള്ളി മുരളീധരൻ, എ എൻ സുകുമാരൻ, ശ്യാമളകുമാരി, യു മധുസൂദനൻ, രാധിക വർമ്മ, സന്ധ്യ അജിത്, രമാദേവി, സാവിത്രി നരസിംഹറാവു, കലാ ഉണ്ണികൃഷ്ണൻ, ശ്രീ എസ് അരുൺ, അഞ്ജു ഉമേഷ്, കുഴപ്പമില്ല, മീര ജയൻ, ആനന്ദ് ജി മേനോൻ, പി കെ പീതാംബരൻ, ശ്രീകുട്ടൻ തുണ്ടത്തിൽ, സജീവൻ സി എ, ശാന്തി രാമചന്ദ്രൻ, അശ്വതി രവിമോൻ, രതി രാജു, ഷോണിമ നവീൻ, നവീൻ ശിവൻ, ശ്രീകല സന്തോഷ്. പരിപാടി അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. പരിപാടിയുടെ നന്ദി അർപ്പിക്കുന്നതിനായിട്ട് മഹിളാ മോർച്ചയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ശ്രീജ ശ്രമിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. സ്ത്രീ ശക്തി സംഗമം ഇത്ര വലിയ വിജയമാക്കി തീർക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു സൗണ്ടും ഇല്ലേ? അവിടെ പാട്ടൊന്നും ഇട്ടല്ല അല്ലേ? ഓക്കെ അങ്ങോട്ട് തിരിച്ചു വേണമെങ്കിൽ
ഇരുന്നാൽ നന്നായിരുന്നു. എല്ലാവരും കസേരകളിലേക്ക് ഇരിക്കുക. വലതുവശത്തെ കസേരകളുണ്ട്. എല്ലാവരും വലതുവശത്തെ കസേരകളിലേക്ക് ഇരിക്കൂ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ പേര് വിളിക്കുന്നവര് നമ്മുടെ സ്റ്റേജിലേക്ക് കടന്നിരിക്കണം. നമ്മുടെ പരിപാടികൾ എത്രയും പെട്ടെന്ന് തുടങ്ങാവുന്നതാണ്. രഞ്ജിനി സുരേഷ്, സംഘാടക സമിതിയിലെ ചെയർപേഴ്സൺ, രാധി വർമ്മ ടീച്ചർ, ബി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ജില്ലാ അധ്യക്ഷൻ ശ്രീ കെ എസ് ഷൈജു, ടി പി സിന്ധുമോൾ, കെ വി എസ് ഹരിദാസ്, ശ്രീ പി എൽ ബാബു, ശ്രീ ശ്രീകുട്ടൻ തൊണ്ടത്തിൽ, രമാദേവി തോട്ടുങ്കൽ, യു മധുസൂദനൻ, അഡ്വക്കേറ്റ് കെ വി സാബുസാർ, വിനോദ് കുമാർ എം എസ്, ശ്രീ പി കെ പീതാംബരൻ, വി അജിത് കുമാർ, നവീൻ ശിവൻ, കെ ടി ബൈജു, ജെ വി സജീവൻ, ഷോണിമ നവീൻ, സുധാ വിമോദ്, നവീൻ കേശവൻ, ശ്രീ കെ വി ചന്ദ്രൻ, അനിത ബിനു, സാവിത്രി നരസിംഹറാവു, സുപ്രഭ പീതാംബരൻ, വള്ളി രവി, സന്ധ്യ വാസുദേവൻ, ഷിജി സുനിൽ, ശ്രീജ സുനിൽ, രമ്യ രാജേഷ്, വള്ളി മുരളീധരൻ. എല്ലാവരും കസേരകളിലേക്ക് കയറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പേര് വായിച്ചവരെല്ലാം കസേരയിലേക്ക് വന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കസേരകളിൽ നമ്മൾ പേരെഴുതിയിട്ടുണ്ട്. എല്ലാവരും അതാത് കസേരകളിലേക്ക് ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക. ഈ പേര് വിളിക്കുന്നവര് അതാത് കസേരകളിലേക്ക് കയറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീ രഞ്ജിനി സുരേഷ്, രാധിക വർമ്മ, ശ്രീ വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ഷൈജു കെ എസ് ജില്ലാ അധ്യക്ഷൻ, ശ്രീ ടി പി സിന്ധുമോൾ, കെ വി ഹരിദാസ്, ശ്രീ പി എൽ ബാബു, ശ്രീകുട്ടൻ തുണ്ടത്തിൽ, ശ്രീ രമാദേവി തോട്ടുങ്കൽ, യു മധുസൂദനൻ, അഡ്വക്കേറ്റ് കെ വി സാബുസാർ, ശ്രീ വിനോദ് കുമാർ എം എസ്, ശ്രീ പി കെ പീതാംബരൻ, വി അജിത് കുമാർ, ശ്രീ നവീൻ ശിവൻ, ശ്രീ കെ ടി ബൈജു, ജെ വി സജീവൻ, ഷോണിമ നവീൻ, സുധാ വിമോദ്, ശ്രീ നവീൻ കേശവൻ, ശ്രീ കെ വി ചന്ദ്രൻ, അനിത ബിനു, സാവിത്രി നരസിംഹറാവു, ശ്രീ സുപ്രഭ പീതാംബരൻ, വള്ളി രവി, സന്ധ്യ വാസുദേവൻ, ഷിജി സുനിൽ, സേജ സുനിൽ, രമ്യ രാജേഷ്, വള്ളി മുരളീധരൻ. എല്ലാവരും അവരുടെ കസേരകളിലേക്ക് അഭ്യർത്ഥിക്കുന്നു. ഇറങ്ങി റെക്കോർഡ് ചെയ്യണമെന്നില്ല. ഇത് തന്നെ സൗണ്ട് തന്നെ ഓക്സിജൻ തന്നെയില്ല. മാക്സിമം സൗണ്ട് കൂട്ടിയിട്ടോട്ടാ. എന്തോ ഒരു സൗണ്ടിന് പ്രശ്നമുണ്ട്. ഞാനിപ്പോൾ എന്നെ
അതിനകത്ത് റെക്കോർഡ് ഇത് സ്പേസ് ഉണ്ടാവില്ല, സ്പേസ് ഉണ്ടാവില്ല. നീ അതിനകത്ത് റെക്കോർഡ് ഇതിനകത്ത് കുഴപ്പമില്ല, ഓഫ് ചെയ്താലും കുത്തിയുള്ളല്ലോ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പരിപാടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് പ്രാർത്ഥന ആലപിക്കുന്നതിനായിട്ട് മിനി സാബു ഇതൊക്കെ ക്ഷണിച്ചു. ആരും എഴുന്നേൽക്കണ്ട, ഇരുന്നിട്ട് മതി. എല്ലാവരും ഒന്ന് അവരവരുടെ സീറ്റുകളിൽ പോയി ഇരിക്കേണ്ടതാണ്. പുറത്ത് നിൽക്കുന്നവർക്കൊന്ന് അകത്തേക്ക് കയറിയിരിക്കും. സൗണ്ടോടെ പോകുന്നു തോന്നിയാൽ അപ്പം സ്വാഗതം ആശംസിക്കുന്നതിനായി സംഘാടക സമിതി കൺവീനർ രാധിക വർമ്മ ടീച്ചർ ക്ഷണിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ തൃപ്പൂണിത്തുറ ഒരു സുദിനമാണ്. എല്ലാവരും വളരെ കാലമായി കാത്തിരുന്ന കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി തൃപ്പൂണിത്തുറയിൽ എത്തുന്നതിന് വേണ്ടി വളരെ കാലമായി കാത്തിരുന്ന ഇന്ന് സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി എത്രയാണ് പ്രാർത്ഥിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. ഓരോ അന്നത്തെ ഇലക്ഷൻ ടൈമിൽ തീർച്ചയായിട്ടും വളരെയധികം അഭിമാനത്തോടെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. ഇന്നത്തെ ഈ പരിപാടി സ്ത്രീ ശക്തി സംഗമം അതിൻ്റെ ഉദ്ഘാടനത്തിനായിട്ടാണ്
കേന്ദ്രമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ സുരേഷ് ഗോപി ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെയധികം പ്രോഗ്രാംസ് ആണ് സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. എല്ലാ സ്ത്രീകളെയും ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വയം പര്യാപ്തതയോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രോജക്ട്സുകൾ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും സാധാരണഗതിയിൽ പറയുകയാണെങ്കിൽ തന്നെ എല്ലാ മേഖലയിൽപ്പെട്ട സ്ത്രീകളെയും, അതായത് നമുക്കറിയാം കൃഷി ഇപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. കൃഷിയില് ഡ്രോൺ ദീദി എന്ന് പറഞ്ഞാണ് ഒരു പ്രോജക്റ്റ്. സ്ത്രീകളാണ് ആ ഡ്രോൺസ് വെച്ചിട്ട് അവരുടെ പാടങ്ങളിൽ മരുന്ന് തളിക്കുന്നത്. അപ്പൊ അതേപോലെ ട്രെയിൻഡ് ആയിട്ട് എല്ലാ മേഖലയിലും. പിന്നെ അതേപോലെ തന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ള വേറൊരു പ്രോഗ്രാമാണ്, അതായത് വേറൊരു തുടങ്ങിയിരിക്കുന്നത് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ സ്ത്രീകളെ പെൺകുട്ടികളെ ചേർക്കുന്നു എന്നുള്ളത്. ഇതുവരെ പെൺകുട്ടികൾ ഇല്ലായിരുന്നു അവിടെ, അപ്പൊ അവരെ ചേർക്കുന്നു. അപ്പം ഏറ്റവും ഡിഫൻസിൽ ഏറ്റവും മുകളിലേക്ക് സ്ത്രീകൾ വരണം എന്നുള്ള എന്നുള്ള ഒരു ആവശ്യം കൊണ്ട് അദ്ദേഹം വളരെ കൃത്യമായിട്ടാണ് ഓരോ കാര്യങ്ങളും സ്ത്രീകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്ത്രീകളായ നമുക്ക് നമ്മളിലുള്ള ശക്തി തിരിച്ചറിയാൻ സാധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓരോ സ്ത്രീക്കും ശക്തിയുണ്ട്, ആ ശക്തി തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കുക. ഞാൻ സ്വാഗതമാണ് ഇവിടെ ആശംസിക്കാനാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുന്നത് സംഘാടക സമിതി അധ്യക്ഷൻ ശ്രീമതി രഞ്ജിനി സുരേഷാണ്. അഡ്വക്കേറ്റ് രഞ്ജിനി സുരേഷാണ്. രഞ്ജിനി സുരേഷിന് ഇവിടെ ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. പക്ഷേ രഞ്ജിനി സുരേഷ് ഇവിടെ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ട് നിന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതായിട്ടില്ല. അതിലും ഉപരി ഒരു കലാകാരിയാണ്. കലാകാരി എന്ന് പറഞ്ഞാൽ കഥകളിയിൽ ആർട്ടിസ്റ്റാണ്. കഥകളിയിൽ പുരുഷവേഷം അതിഗംഭീരമായി സ്ത്രീ വേഷം രഞ്ജിനി ആടിക്കളിക്കുന്നു. നിണം വരെ എല്ലാത്തിലും കളിച്ച് ശ്രേഷ്ഠമായ പദവിയിൽ നിൽക്കുന്ന രഞ്ജിനി സുരേഷിനെ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ നമ്മളിവിടെ കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി സാറാണ് ഇവിടെ ഇന്ന് ഈ പ്രോഗ്രാമിന്റെ ഇനോഗ്രേഷന് വന്നിരിക്കുന്നത്. വളരെയധികം സന്തോഷത്തോടു കൂടി സാറിനെ, ബഹുമാനത്തോടു കൂടി സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു മാതൃകയായി നിന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു. സാറിന്റെ ഒരു വിജയത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചു. എങ്കിലും നമുക്കൊരു മാതൃകയായി നിന്ന് കാണിച്ചു തന്നിരിക്കുന്ന വ്യക്തിയാണ്. എങ്ങനെയാണ് വിജയം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് കാണിച്ചു തന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. വർഷങ്ങളോളം തൃശ്ശൂര് പ്രവർത്തിച്ച് ഒരു ബൂത്ത് പോലും താഴെ പോവാതെ വളരെ കൃത്യമായി എല്ലാ ബൂത്തിലും മുന്നിട്ട് നിന്ന് നമ്മുടെ അഭിമാനമായ ജയം കൈക്കൊണ്ട അദ്ദേഹത്തിന് വിനീതമായി സ്വാഗതം ആശംസിക്കുന്നു. വീണ്ടും നമ്മുടെ കൂടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ ഉണ്ണികൃഷ്ണൻ സാറുണ്ട്. ഷൈജു സാർ ജില്ലാ അധ്യക്ഷൻ, ഹരിത സാർ സംസ്ഥാന വക്താവ്, മേഖലാ ജനറൽ സെക്രട്ടറി PL ബാബു, ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീകുട്ടൻ ഗുണ്ടത്തിൽ, രമാദേവി തോട്ടുങ്കൽ ജില്ലാ ഉപാധ്യക്ഷയായ സംസ്ഥാന സമിതി U മധുസൂദനൻ, അഡ്വക്കേറ്റ് KV സാബു സംസ്ഥാന കമ്മിറ്റി അധ്യക്ഷൻ, വിനോദ് കുമാർ MS സംസ്ഥാന കൗൺസിൽ, PK പീതാംബരൻ പാർലമെന്ററി പാർട്ടി ലീഡർ, V അജിത് മണ്ഡലം അധ്യക്ഷൻ, നവീൻ ശിവൻ ജില്ലാ മീഡിയ സെൽ കൺവീനർ, KT ബൈജു OBC മോർച്ച ജില്ലാ അധ്യക്ഷൻ, JB സജീവൻ OBC മോർച്ച ഉപാധ്യക്ഷ, ഷോണിമ നവീൻ മഹിളാ മോർച്ച ജില്ലാ ഉപാധ്യക്ഷ, സുധാ വിനോദ് കർഷക മേഖല ജില്ലാ സെക്രട്ടറി, നവീൻ കേശവൻ മണ്ഡലം ജനറൽ സെക്രട്ടറി, KV ചന്ദ്രൻ മണ്ഡലം ജനറൽ സെക്രട്ടറി, അനിത ബിനു മണ്ഡലം ട്രഷറർ, സാവിത്രി നരസിംഹറാവു മണ്ഡലം ഉപാധ്യക്ഷ. അങ്ങനെ എല്ലാവരും സ്റ്റേജിലുണ്ട്. എല്ലാവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതിലുമുപരി ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഓരോ പ്രവർത്തകർക്കും വളരെ സന്തോഷത്തോടു കൂടി ധാരാളം ഇനിയും എങ്ങനെയാണ് നമുക്ക് പ്രവർത്തിക്കേണ്ടത്, നമ്മൾ ജയിക്കും, നമ്മൾ ഭരിക്കും, അതിനാണ് ഇത്രയും ഒത്തുകൂടിയിരിക്കുന്നത്. ധൈര്യത്തോടു കൂടി നമുക്ക് തിരിച്ചിവിടുന്ന് പോകാൻ സാധിക്കണം. നമ്മൾ ജയിക്കും, നമ്മൾ ഭരിക്കും, തീർച്ചയായിട്ടും ഉറപ്പിച്ചു തന്നെ ഇവിടുന്ന് പോകാൻ സാധിക്കണം. ആ ശക്തിയോടുകൂടി നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ
ഇനി 3 ദിവസത്തേക്ക് ഊണും ഉറക്കവും ഇല്ലാണ്ട് പ്രയത്നിക്കാൻ റെഡിയായി തന്നെ പോകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ ഭാഷണത്തിനായി അഡ്വക്കേറ്റ് ശ്രീമതി രഞ്ജിനി സ്വരറ്റ് മാഡം, സംഘാടക സമിതി അധ്യക്ഷ. വേദിയിലുള്ള എല്ലാ ബഹുമാന്യ വ്യക്തികൾക്കും, സർവോപരി കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി അവർക്കും, ഈ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള എല്ലാ പേർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവരും സുരേഷ് ഏട്ടൻ്റെ വാക്കുകൾക്ക് കാതോർത്തിരിക്കുന്ന അവസരത്തിൽ ഒരു അധ്യക്ഷ പ്രസംഗത്തിലേക്ക് മുതിരുന്നില്ല എന്ന് തന്നെ ആണ് ഉറപ്പിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും തൃപ്പൂണിത്തുറക്കാരി എന്നുള്ള നിലയ്ക്ക്, കഥകളി കലാകാരി എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ കലാകാരി എന്നുള്ള നിലയ്ക്ക് ചെറിയ ചില ആശങ്കകൾ പങ്കുവയ്ക്കാതെ തരമില്ല എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട ഒരു അവസരം നമ്മുടെ മുൻപിൽ തന്നെ, തൊട്ടടുത്ത നമ്മുടെ ഉത്സവത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ്. എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായത് എന്ന് നമുക്ക് എല്ലാവർക്കും പ്രതികരിക്കാനുള്ളൊരു അവസരം ഉണ്ടായില്ല, അല്ലെങ്കിൽ അതിനുള്ളൊരു ശ്രമം ഉണ്ടായില്ല എന്ന് പറയും. പക്ഷേ മാതൃഭൂമി വിനയൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. വിനയനെ എടുത്ത് ഞാൻ പറയുന്നത്, വിനയനാണ് തൻ്റെ തൂലിക ചലിപ്പിച്ച് അല്പമെങ്കിലും ഒരു കോളിളക്കം ഇവിടെ സൃഷ്ടിച്ചത് എന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം സംസ്കാരം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആചാരങ്ങൾ എന്ന് പറയുമ്പോൾ ഉടനെ സംഘിയാണ്, അല്ലെങ്കിൽ ഹിന്ദുവാണ് സംശയം. പക്ഷേ പട്ടങ്ങൾ ചാർത്തി തരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും മാറേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടേതെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന സംസ്കാരം തീരെ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്കാണ് മാറുന്നത്. കാരണം ഉത്സവത്തിന് വരുന്ന ആളുകളുടെ വേഷഭൂഷാദികൾ DJ പാർട്ടിക്ക് പോകുന്ന പോലെയാണ് പലപ്പോഴും. അതിനൊരു ഡ്രസ് കോഡ് വെക്കണമെന്ന് വരെ പറയണമെന്ന് തോന്നിപ്പോയി പലപ്പോഴും. അത്രയേറെ എവിടേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പൊട്ടിക്കൊണ്ടിരിക്കുന്ന കലാകാരന്റെ മുൻപിൽ സമയമായി നിർത്തിക്കോളൂ എന്ന് പറഞ്ഞ് വാച്ച് പൊക്കി കാണിക്കുന്നതാണ് സംസ്കാരം എന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒരുപാട് സങ്കടങ്ങളാണ് നമുക്ക് പലർക്കും പങ്കുവെക്കാനുള്ളത്. ഒരു എന്താ പറയുക, കലാകാരന്മാരാണ്, മുകളിൽ ചെന്നിരിക്കാൻ ഒരു കസേരയില്ല എന്ന് പറയുന്നൊരു അവസ്ഥയിലാണ് ഇത്രയേറെ, അല്ലെങ്കിൽ നമ്മുടെ മധ്യമേഖലയിലുള്ള ഉത്സവങ്ങൾ തുടങ്ങുന്ന നമ്മുടെ എല്ലാം ദേശനാഥൻ്റെ അമ്പലത്തിൽ ഉണ്ടാകുന്ന അവസ്ഥ. അതവിടെ നിൽക്കട്ടെ. തൃപ്പൂണിത്തുറയുടെ നഗരസഭയുടെ കാര്യം വരുമ്പോൾ ശരിയാണ്, ഞാൻ ഒരു കാലം അധ്യക്ഷയായിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. 5 വർഷം കഴിയും പോലെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ അപ്പോഴും കലാകാരന്മാർക്ക് അഭിമാനത്തോടെ പറയാൻ, ഞങ്ങൾക്ക് കളിക്കാൻ, ഞങ്ങൾക്ക് പാടാൻ, ഞങ്ങൾക്ക് വരയ്ക്കാൻ ഒരു വേദിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ BJPയുടെ സ്ഥാനാർത്ഥികളോട് നമ്മൾ അഭ്യർത്ഥിക്കുകയുണ്ടായി. അതിൻ്റെ ഭംഗിയായ ഒരു വികസന രേഖ എങ്ങനെയായിരിക്കണം തൃപ്പൂണിത്തുറ എന്നതിനെ കുറിച്ച് ഭംഗിയായ ഒരു രേഖ ഇന്നിവിടെ അത് നമ്മളന്ന് അത് ഇവിടെ അവതരിപ്പിക്കുന്നതാണ്. ഏതായാലും ഒരുപാട് നോക്കുന്ന സംസ്കാരം, ആ സംസ്കാരത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ ഇനി വരുന്ന നമ്മുടെ എല്ലാം ആഗ്രഹങ്ങൾക്കനുസരിച്ച് എല്ലാം ഒന്നും ഒറ്റയടിക്ക് തീർന്നു പോകുമെന്ന് ഒരു പ്രതീക്ഷയുടെ നാളം, അതാണ് നമ്മൾ ഈ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു തിരുനാളം ആയി മാറാനായിട്ട് ഇവിടെ ഉള്ള എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയിച്ച് വരാൻ സാധിക്കട്ടെ എന്ന് പുറത്തേശനോട് തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ നമ്മളെല്ലാവരും സുരേഷേട്ടന് വേണ്ടിയാണ് ഇവിടെ കാത്തുനിന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വഴിപോലെ അറിയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതവും നന്ദിയും അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. എല്ലാവർക്കും നന്ദി. അതായത് ഞാൻ വാട്സപ്പ് അയച്ചിട്ടുണ്ട്. പറഞ്ഞോ. മുനിസിപ്പാലിറ്റി
പറയുന്നവരെ ക്യാമറയിൽ വന്നുണ്ട്. ഓബിയസ് എല്ലാം ഡിസേബിൾ ആണ്. അല്ല ഒരു ഡിഫോൾട്ട്. നമസ്കാരം.